ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നാടൻ കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അധികം മുറ്റിപ്പഴുത്ത് പോകാത്ത നല്ല അടിപൊളി കോവയ്ക്കയാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ടൊരു മെഴുക്കുവരട്ടി വയ്ക്കാം. നമ്മളത് കുറേ കരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഴുക്കുവരട്ടിക്ക് പലരും പല പേരൊക്കെ പറയുന്നേക്കാം. കോവയ്ക്ക പൊരിയലെന്നോ കോവയ്ക്ക ഉപ്പേരിയെന്നും ഒക്കെ പറയും. നമ്മളിവിടെ പറയുന്ന കോവയ്ക്ക മെഴുക്കുവരട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് ഒരു 3 സവാള അരിഞ്ഞ് ചേർക്കണം. ഈ സവാളയെക്കാളും ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളിക്കാണ്. ചെറിയ ഉള്ളി ചേർത്ത് മെഴുക്ക് പുരട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെടുത്ത് പറയാൻ പറ്റാത്ത രുചിയാണ്. പക്ഷേ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കണമെങ്കിൽ കുറേ സമയമെടുക്കും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ. അതുകൊണ്ട് മടിച്ചിട്ടങ്ങ് സവാള എടുത്തതാണ്. ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളി ചേർക്കുമ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സവാളയും കൂടെ അതിലോട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 3 ചെറിയ പച്ചമുളക്, 3 പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് വേവാൻ വയ്ക്കാം. ഇത് അടുപ്പിൽ വെച്ച് വേവാൻ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. സാധാരണ എല്ലാവരും അടച്ച് ആവിയിൽ വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാണ് എടുക്കുന്നത്. ഞാനിതിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റി ഒന്ന് വാട്ടിയെടുക്കും. ഇപ്പം കണ്ടോ, മൊത്തത്തിലൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. സവാളയുടെയും കോവയ്ക്കയുടെയും കളറൊക്കെ അല്പം മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഉപ്പൊക്കെ അതിൽ ചേർത്തിട്ട് ഇളക്കിയില്ലായിരുന്നു, നേരെ അങ്ങ് വെച്ചത്. അപ്പോൾ ഈ ഉപ്പൊക്കെ എല്ലായിടവും എത്താൻ വേണ്ടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഈ വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. വെളിച്ചെണ്ണ കുറച്ച് ചുറ്റിച്ചൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അത് ഇളക്കണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചതും എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരടപ്പ് വെച്ച് കുറച്ച് നേരം അതിനെ വീണ്ടും ആവിയേറ്റി വേവിക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെളിച്ചെണ്ണയും ആവിയൊക്കെ കൊണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ വന്നില്ല. മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ലപോലെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് അതൊരു പാകമായപ്പോൾ ഞാൻ ചേർക്കുന്ന ഒരു ഇതാണ് മീറ്റ് മസാല. അല്പം ഒരു 1/4 സ്പൂൺ മീറ്റ് മസാലയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതും ഇളക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് അല്പനേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിനൊരു മസാലയല്ലേ, അതിനൊരു പച്ച മണമൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് അടപ്പിലിരുന്നങ്ങ് അടച്ച് വയ്ക്കുമ്പോൾ അതിരുന്ന് ആ മണം അങ്ങ് മാറിക്കിട്ടും. അപ്പം നമ്മുടെ കോവയ്ക്ക അങ്ങ് റെഡിയായി കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ അടുപ്പിൽ നിന്ന് അത് വാങ്ങി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ എല്ലായിടവും ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ ഇട്ടതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഉപ്പ് ചേർക്കണ്ട. പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, കറിവേപ്പില ഇല്ലായിരുന്നു. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഈ മെഴുക്കുവരട്ടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. സാധാ കണക്കല്ല, ഞാൻ അല്പം മീറ്റ് മസാലയൊക്കെ ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പറാണ്, നല്ല മെഴുക്കുവരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളെപ്പോഴും ചെയ്യുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ള ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ. പിന്നീട് ഞാൻ ചെയ്തത് ആ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് അല്പം ചൂട് ചോറ്, നല്ല ചൂട് ചോറാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ നല്ലത്.
അതിലോട്ടൊന്നിട്ട് ഇളക്കി എടുക്കുകയാണ്. ഇതാണെങ്കിൽ നമ്മൾ ഒന്ന് ഇങ്ങനെ ഇളക്കി അതിൻ്റെ ആ സത്തൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ വേറെ ഒരു കറിയും ഇല്ലാതെ ഇതൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.